രാവിലെ ഒരു 8 മണി മുതൽ അലാറം അടിയാൻ തുടങ്ങിനെ. ഞാൻ എണീക്കുമ്പോൾ തന്നെ 8:37 അങ്ങനെ നേരെ പോയി ചായയെല്ലാം ഇട്ട് കുടിച്ച് അങ്ങനെ ചായയെല്ലാം കുടിച്ചിട്ട് നേരെ റൂമിലേക്ക് വന്നിട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുന്നതാണ്. വേറെ എവിടെയല്ല, എനിക്കിന്ന് ഡോക്ടറെ കൺസൾട്ടേൻ്റെ ഡേറ്റ് ആണ്. ഞാൻ ഓൾറെഡി 2-3 വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഡിലേ ആവും തോറും നമുക്ക് വെയിറ്റിംഗും കൂടും. 11 മണിക്കാണ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട ടൈം തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടൈമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരാമല്ലോ. അങ്ങനെ ഞാൻ കുറച്ച് മേക്കപ്പിലിട്ട് വാരി പൊത്തിയിട്ടാണേ പോകുന്നത്. അതേപോലെ തന്നെ നിങ്ങളടുത്ത് പറയാനുള്ളത് August 5 ഇന്ന് 2 മണിക്കാണ് ഞാൻ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൻ്റെ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈവനിങ് വരെ ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ വിചാരിച്ചാലും അടിപൊളി റെസ്പോൺസാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്. അതായത് ഒരുപാട് പേർക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് സ്റ്റിൽ ഇപ്പോഴും ഒരുപാട് എൻക്വയറി വരുന്നുണ്ട്. ഒരുപാട് പേര് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് നാളെ ഒരു 2 മണി വരെ നിങ്ങൾക്ക് ടൈം ലൈൻ തരാമെന്നുള്ളത്, അതായത് ജോയിൻ ചെയ്യാനുള്ളത്. ഇനി അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മീഷോ, ഫ്ലിപ്കാർട്ട്, ആമസോൺ, മിന്ത്ര ഇതേപോലത്തെ പ്ലാറ്റ്ഫോംസ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് അതിൻ്റെ റിവ്യൂ ഇട്ടതിന് ശേഷം നമ്മൾ ലിങ്ക് ത്രൂ ആൾക്കാർ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് വീട്ടിലിരുന്നിട്ട് മിനിമം 10K to 1 lakh മുകളിൽ ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, അതിൻ്റെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ 5 days ക്ലാസ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നാളെ ഒരു 2 മണി വരെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ടൈം ഉണ്ട്. നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഡീറ്റെയിൽസും ഫീസും അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്താൽ മതി. ബാക്കി കാര്യങ്ങൾ ഞാൻ സെൻഡ് ചെയ്ത് തരും. ചെറുതായ വിഷയത്തിൽ നിന്നൊന്ന് തെന്നി മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. ഞാനും ഉമ്മയും ഹസ്ബൻഡും കൂടിയിട്ടാണ് പോകുന്നത്. പിന്നെ ഞാൻ എൻ്റെ മോനെ കൂട്ടിയിട്ടുണ്ടായില്ല, കാരണം എനിക്ക് ചെറിയ രീതിയിൽ പനിക്കുന്നുണ്ട്. അതുകൊണ്ട് അനിയത്തിമാരുടെ അടുത്ത് ആക്കിയിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. പെട്ടെന്ന് കാണിച്ചിട്ട് തിരിച്ചു പോകാമല്ലോ. പിന്നെ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ജസ്റ്റ് 290 രൂപയ്ക്ക് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സ്ലിംഗ് ബാഗാണ് ഇത്. ട്രസ്റ്റ് മീ ഗൈസ്, എന്ത് അടിപൊളി ക്വാളിറ്റിയിൽ ഇത് വന്നിട്ടുള്ളത് നോക്ക്. നല്ല സ്റ്റൈലിഷ് ആയിട്ട് എല്ലാ ഔട്ട്ഫിറ്റിൻ്റെ കൂടി നമുക്കിത് പാര് ചെയ്യാം. അടിപൊളി ഒരു സ്ലിംഗ് ബാഗാണ്. മിസ് ചെയ്യേണ്ട. ഫോളോ ചെയ്ത ലിങ്ക് കമൻറ്റ് ചെയ്താൽ ഞാൻ ലിങ്ക് സെൻഡ് ചെയ്ത് തരാം. അങ്ങനെ ഒരു 11 ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി. 11 മണിക്കാണ് ബുക്ക് ചെയ്തത്. ഒരു 1/4 മണിക്കൂർ എന്തായാലും ലേറ്റ് ആയിട്ടുണ്ട്. സാരമില്ല, നമ്മൾ നേരെ റിസപ്ഷനിലേക്ക് പോയിട്ട് നമ്മൾ ടോക്കൺ എടുത്ത് ഓൾറെഡി ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് കയറാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ BP എല്ലാം ചെക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് നേരെ ഡോക്ടർ ലാബ് റൂമിലേക്ക് പോയി. എനിക്ക് തോന്നുന്ന ആ ഒരു ടൈം ഒരു ഡെലിവറി ഉണ്ടായിന്. നമുക്ക് മഞ്ചെല്ലാം കൊണ്ടെത്താണ്ടുണ്ടായിനെ. മാഷാള്ള ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്വീറ്റ്സ് എല്ലാം തരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. ഇനി അടുത്തത് നമ്മളാണല്ലോ. അങ്ങനെ ഒരു 12:30-12:45 അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ കാണിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിന്. ഞാൻ കാണിച്ചിറങ്ങിയതിൻ്റെ പ്രസന്നതനാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ മുഖത്തിൽ കാണിച്ചു തരാം. വേറൊന്നുമല്ല, ഡോക്ടർ പറഞ്ഞത് ഡെലിവറിയിൽ ഏകദേശം അടുത്തിട്ടുണ്ട് എന്നാണ്. ഡോക്ടർ ചോദിച്ചിട്ടുണ്ടായിനി ഇപ്പോൾ അഡ്മിറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ല, പെയിന് വരുമ്പോൾ വരാം, കാരണം മോനിക്ക് സുഖമില്ലല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് മാക്സിമം 17 ഉള്ളിൽ വന്നിട്ട് അഡ്മിറ്റ് ആകാനാണ് പറഞ്ഞിട്ടുള്ളത്. അൽഹംദുലില്ലാ വേറെ ഒരു പ്രോബ്ലവും ഇല്ല. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ട്, കാരണം നമ്മൾ വിചാരിച്ചാലും പെട്ടെന്ന് കാണിച്ച് കഴിഞ്ഞേ. അതുകൊണ്ട് ചെറിയൊരു ഇളനീർ ഷേക്കെല്ലാം കുടിച്ചിട്ട് വീട്ടിലേക്ക് പോവുക ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.